ഈ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്ന ഒരു പ്രത്യേകതരം പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഷോർട്ട് ഫിലിംസ്, ചില കവിതകൾ, ചില കഥകൾ, പിന്നെ ടി വിയിലൊക്കെ ചില ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി ഇന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ഡോക്യുമെൻ്ററികൾ വളരെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പിക്ചറൈസേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് പേരൻസ് ടു ആൻ ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കും, ദുഃഖിക്കും, അങ്ങനെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യും. സ്നേഹമില്ലാത്ത ഒരു മകൻ, തീരെ സ്നേഹമില്ലാത്ത കുറച്ച് മക്കൾ അവരുടെ അമ്മയും അച്ഛനെയും ഒക്കെ കൊണ്ടുപോയി. അതും പല കാരണങ്ങളാണ്, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞ ഒരു കൾച്ചറിൽ നിന്നൊക്കെ. പിന്നെ നമ്മളെ ഈ 10 മാസം ചുമന്നതും മുലയൂട്ടി വളർത്തിയതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും, പിന്നെ ജന്മം നൽകിയ പിതാവ് എന്നൊക്കെ പറയുന്ന സംഭവം, അതിനായിട്ട് ഇങ്ങനെ സപ്പോർട്ടിംഗ് ആണ് ഇതിനൊക്കെ. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിനകത്ത് ഇത്ര വലിയ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഇവിടെ കുറേ ഞാൻ ഈ പറയുന്നത് മൊത്തം നാട്ടിലെ അപ്പയും അമ്മയും കൊണ്ട് ഈ വൃദ്ധസദനത്തിലേക്ക് തള്ളിക്കളയൂ, അങ്ങനെ ചെയ്യണം എന്നല്ല. ഞാൻ ആ ടൈപ്പ് ഒരു എന്താ പറയുക, വൃദ്ധസദനത്തിലേക്ക് പേരൻസിനെ കൊണ്ട് വിടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന നിന്നെപ്പോലുള്ള നാറികൾ അല്ലെങ്കിൽ മറ്റേ വെന്മർച്ച എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുമായിട്ടൊന്നും വരണ്ട. ഈ സംഭവം വേറെയാണ് പറഞ്ഞുകൊണ്ട് വരിക്കുന്ന കാര്യം, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് പറയാൻ എന്താ ഉള്ളത്? ഒരു നിവൃത്തികേട് എന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. അല്ലാതെ ഇത് ക്രൂരനായൊരു മകനോ ഒന്നും ആയിരിക്കത്തില്ല. ഇനി അഥവാ മകൻ അങ്ങനെ ഒരു ക്രൂരത ഉണ്ടെങ്കിൽ തന്നെയും അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എല്ലാവരെ കൊണ്ടും അത് വിടേണ്ട ആവശ്യം വരുന്നില്ല. നാട്ടിൽ തന്നെ ജീവിക്കുന്നവർ, ഇപ്പോൾ കൂടുതൽ പേരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നു, അവിടെ സെറ്റിൽ ആവുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവിടെ അമ്മയെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ടൊക്കെയാണ് ഓൾഡ് ഏജ് ഹോംസൊക്കെ ഇപ്പോൾ നാട്ടിലുണ്ടായത് തന്നെ. ഒരു 2 തലമുറ മുൻപേ എങ്ങാനും ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഒരു ഓൾഡ് ഏജ് ഹോമിനെ പറ്റി? അന്ന് ജീവിച്ചവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഐഡിയ തോന്നി കാണുമോ? ഇല്ല. സാഹചര്യം മാത്രമാണ് ഇവിടെ വില്ലനായിട്ടുള്ളത്, അല്ലാതെ ഒരു മനുഷ്യൻ അങ്ങനെ ആവുന്നതല്ല. ഇന്ന് സൊസൈറ്റി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ പോയവർക്ക് ഇതിനകത്ത് നല്ല ഉത്തരവാദിത്തമുണ്ട്. ഈ വൃദ്ധസദനത്തിൽ കിടക്കുന്ന ആ പേരൻസിന് ഇന്ന് ഈ സമൂഹം ഇങ്ങനെ ആയതിലല്ലേ ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ ഇവിടെ നിൽക്കാൻ പറ്റാതെ പോയതിനകത്ത് വരാൻ അവർക്ക് പങ്കുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അല്ല അതിന് ഒരു ഒരു ചെറുപ്പക്കാരനെ കാണിച്ചിട്ടാവും ഭയങ്കര ക്രൂരനാകുന്ന രീതിയിലുള്ള കവിതയും കഥയും ഈ ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ ഈ ഷോർട്ട് ക്ലിപ്സും ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണിനെ അണിയിച്ചുകൊണ്ട് അത് നോക്കിയിരുന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതിൻ്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. കുട്ടികളും വൃദ്ധന്മാരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവർക്ക് അവരുടെ രീതികൾ ഒരു കുട്ടിത്വത്തിലേക്ക് തിരിച്ചു പോകുന്നതാണല്ലോ വാർദ്ധക്യം. ഈ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്ന ഒരു സംഭവം ആരും ഒന്നും ശ്രദ്ധിച്ചില്ലേ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഹോസ്റ്റലുകൾ സജീവമായത് കേരളത്തിലൊക്കെ. അതിന് മുമ്പ് വരെ അങ്ങനെ ഹോസ്റ്റൽസ് ഒന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ചേ ഉള്ളൂ ഹോസ്റ്റലുകൾ. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് ഒരുപാട് പേർക്ക് വിദേശത്ത് ഫാമിലിയോട് കൂടി പോയി തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക നില തന്നെ മെച്ചപ്പെട്ട ഒരവസ്ഥ കാണുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുമ്പ് വരെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നവരൊക്കെ പലരും ഗൾഫിലൊക്കെ പോയി കൂടുതൽ പേര് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഹോസ്റ്റലുകളുടെ എണ്ണം കൂടി. ഈ വൃദ്ധസദനം എന്ന പേര് മാറ്റിയിട്ട് ഹോസ്റ്റൽ എന്നാക്കിയാൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ പ്രശ്നം മാറാവുന്നതുള്ളൂ. കാരണം അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തോന്നും. എത്ര കുട്ടികളാണ് ഹോസ്റ്റലിൽ നിന്ന് ജീവിക്കുന്നത്? കൊച്ചു കുട്ടികളെ കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടിട്ട് പോകും. അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ പഠിച്ച് അവിടെ കിടന്ന് വളരെയാണ്. അങ്ങനെ ഒരു കുട്ടിയാണോ ഓൾഡ് ഏജ് ഹോമിലോട്ട് ഈ അപ്പനെ കൊണ്ട് വിട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഹോസ്റ്റൽ എന്ന് പറയുന്ന സെറ്റപ്പ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഹോസ്റ്റലുണ്ട്. പിന്നെ സ്വന്തം വീട് പോലും ഹോസ്റ്റലിനേക്കാൾ മോശമായ അന്തരീക്ഷം സൃഷ്ടിച്ച പേരൻസ് വീടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു എന്താ പറയണ്ടേ, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ക്രൂരമായ ഒരു സംഭവമായിട്ടൊന്നും ചിത്രീകരിച്ചുകൊണ്ട് വന്ന് കൈയ്യടി മേടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ കുറേ ലൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന കുറേ ഊച്ചാളികൾ കവിത എഴുതുന്നുണ്ട് ഇതിനെപ്പറ്റി. ഇതൊന്നും കൊണ്ടൊന്നും ഇത് മാറാൻ പോകുന്നില്ല. സാഹചര്യം നന്നാകുമ്പോൾ എല്ലാം നന്നാവും. ഇവിടുത്തെ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയാണ്. ഇതിനകത്ത് നമ്മളെല്ലാം കൂടെ കിടന്ന് കവിത എഴുതുകയും ഷോർട്ട് ഫിലിം എടുക്കുകയും ചെയ്താലൊന്നും ഇത് നന്നാവാൻ പോകുന്നില്ല. ഇതിനകത്ത് ഈ പറയുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവർ എല്ലാവരും ഉത്തരവാദികൾ തന്നെയാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി അതിന് കണ്ടിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് കരയുകയും ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ എൻ്റർടൈൻ ചെയ്താലൊന്നും ഇത് മാറാൻ പോകുന്നില്ല കുട്ടാ. പിന്നെ ഈ ഹോസ്റ്റലിൽ വളരുന്ന കുഞ്ഞെന്ന് പറഞ്ഞല്ലോ, ഈ ഹോസ്റ്റലിൽ വരുന്ന കുട്ടികൾ ആയിരിക്കാം, അവർക്കെന്താ അമ്മയച്ഛനും അവരെ പറ്റി ക്രൂരന്മാരായി ചിത്രീകരിക്കുന്ന മാതാപിതാക്കളെ ക്രൂരന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പണ്ടൊക്കെ ഇറങ്ങുവാൻ വേണ്ട ഒരു കാലത്ത് ഈ ഹോസ്റ്റലിൽ നിർത്തുന്ന കുട്ടികളെ പറ്റിയൊക്കെയുള്ള ബോധമായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാകും. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അതൊരു കാര്യമേ അല്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വൃദ്ധസദനം നാളെ മറ്റന്നാളോ ഒന്നും വലിയൊരു കാര്യമല്ലാണ്ടാവും. ഇതൊരു കോമൺ സംഭവമായി മാറും. എനിക്ക് നോക്കിയിട്ട് ഏറ്റവും നല്ലത് ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. കാരണം ഈ വീട്ടിലിരുത്തി ഈ പിള്ളേരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സമപ്രായക്കാരുമായിട്ട് ഒന്നിച്ച് നമുക്ക് അവിടെ ചിലവഴിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നല്ല ഒരു പദ്ധതിയാണ് ഈ ഓൾഡ് ഏജ് ഹോംസ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാണ്ട് അതൊരു തെറ്റാണ്, കുറ്റമാണെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ കവിതയൊക്കെ എഴുതിയിട്ട് ആളെ പറ്റിക്കുന്ന പരിപാടി കൊണ്ട് നടക്കാതെ ഇതിൻ്റെ നല്ല വശങ്ങൾ കണ്ട് അതിന് ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഇങ്ങനെ ജനിച്ചു എന്നുള്ള ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന ഒരു അവസ്ഥയെന്ന് വെച്ച് നമുക്ക് ചിന്തിക്കാം. കുട്ടികളില്ലാത്തവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഈ കുട്ടി ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. ഈ പറഞ്ഞ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ആവശ്യമാണ് മാതാവും പിതാവും ആകുക എന്നുള്ളത്. അത് അവർ കൃത്യമായിട്ട് ചെയ്തു. അവർ വളരെയധികം സന്തോഷിച്ചു. പിന്നെ ഈ പറയുന്ന ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാ മനുഷ്യരും ഇവിടെ ജനിച്ചേക്കുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും സന്തോഷവും അല്ലെങ്കിൽ അവരുടെ സമ്മതവും അതുപോലെ തന്നെ അവരുടെ ആവശ്യവുമാണ്. അതിനിപ്പോൾ എൻ്റെ അപ്പനാണോ നിൻ്റെ അപ്പനാണോ എൻ്റെ അപ്പൻ്റെ അപ്പനാണോ എന്നൊക്കെ നോക്കാൻ പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് വെറും നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ ഒരു പ്രായമായ കല്യാണം കഴിച്ചില്ല പ്രശ്നമാണ്, കുട്ടികളുണ്ടായില്ലേ പ്രശ്നമാണ്, കല്യാണം കഴിച്ചവർക്ക് കുട്ടികളുണ്ടായില്ലേ പിന്നെ ഇത് ആരുടെ കുഴപ്പമാണ്. പിന്നെ അഥവാ കുട്ടികൾ ഉണ്ടായാൽ തന്നെയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടിച്ചേപ്പിക്കുന്നതാണ് ഈ സംഭവം. മനസ്സിലായോ? ജന്മം നൽകി ചുമന്നു ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ആരെങ്കിലും ചുമക്കാൻ? ഇതൊക്കെ നമ്മുടെ തന്നെ ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ ആവശ്യമാണ് എനിക്ക് കുഞ്ഞു വേണമെന്നുള്ളതെങ്കിൽ പിന്നെ ഈ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇതിൻ്റെ മണ്ടക്കോട്ട് കുതിര കയറാൻ പോകുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല.
മത്സരത്തിൽ പങ്കെടുപ്പിക്കാനൊക്കെ ഇറക്കി വിടുക, പിന്നെ എൻ്റെതായ രീതികൾ പഠിപ്പിക്കുക, എൻ്റെതായ എല്ലാം കൂടെ അങ്ങ് തലയിലോട്ട് അങ്ങ് തള്ളി കയറ്റുക. ഇതൊക്കെ പിന്നീടുള്ള ഉദ്ദേശങ്ങൾ. ഞാൻ പറയുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം നടത്തുക. ഇത് കാണുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സുകൾ പഠിച്ചിട്ടില്ലേ? പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് നിങ്ങൾ പലതും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ പഠിക്കാതെ വേറെ ചില കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ പോലുള്ള കോഴ്സുകൾക്ക് പോയിട്ടില്ലേ? അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇതെല്ലാം ഒരു അടിച്ചേപ്പിക്കുന്ന പരിപാടികൾ ഇത് ആരാ ചെയ്യാത്ത? എല്ലാ പേരൻസും ഇത് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം ഈ പറയുന്ന കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ അടിച്ചമർത്തി ഒരു സാധനത്തിനെ വളർത്തി എപ്പിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം ഈ ചെക്കൻ ഇതൊന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയണ്ടേ സഹതാപമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവരെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കുന്നത് അവൻ്റെ ഏറ്റവും വലിയ മാന്യതയായിട്ട് വേണം കാണാൻ. മനസ്സിലായോ? അല്ലാതെ അവനൊരു ഒരിക്കലും അയാൾ വില്ലനല്ല. അയാൾ എത്രയോ നല്ല മനുഷ്യനായതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലെങ്കിലും ഈ പേരൻസിനെ കൊണ്ടാക്കിയെന്ന് വേണം നമുക്ക് ചിന്തിച്ചൂടെ? അത് കൊള്ളാം, എല്ലാം കൂടെ വേണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ മറ്റൊരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോലിയല്ലേ, ഒരാൾക്ക് ജോലി കിട്ടുന്ന പരിപാടിയല്ലേ. നമ്മൾ ഈ വൃദ്ധസദനത്തിലേക്ക് പോകുമ്പോൾ അവിടെ നേഴ്സ്, ടേക്ക് കെയർ ചെയ്യാൻ ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഒരുപാട് അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്ന പൈസ കുറച്ച് അവർക്ക് കൂടെ കൊടുക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഈ മക്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങോട്ട് മാറുക. ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുമായിരിക്കും അല്ലേ? നായിയാക്കാൻ പറ്റിയൊരു സാധനം കടന്നു പോകുന്നതാണേ.